ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വെനസ്ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ലീവാണ്, മുഹറം പ്രമാണിച്ച് ലീവായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കടയിൽ പോയിട്ട് മുട്ടയൊക്കെ മേടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ ഒരു ഹിമാലയയുടെ ഹെന്ന കണ്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. 35 റുപ്പീസ് എന്തേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ മുട്ടപ്പം എന്നാണ് പറയുക, ഓട്ടപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഉണ്ടാക്കാൻ പറയുന്നു കുട്ടികൾ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് കാരണം തന്നെ എപ്പോഴെങ്കിലും ഒരു സാറ്റർഡേ സൺഡേ ആണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചാൽ ഇത് ഓരോന്ന് ചുട്ടെടുക്കണം, ആ ഒരു പരിപാടി മാത്രമേ പ്രയാസപ്പെട്ടതുള്ളൂ. ബാക്കി ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ എളുപ്പമാണ്. മൈദയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിൻ്റെ പേര് പോലെ തന്നെ മുട്ട വേണം. മുട്ട 2 ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മൈദ, ഉപ്പ്, ഇത്രയേ ആവശ്യമുള്ളൂ. നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടപ്പം ഉണ്ടാക്കുന്ന ഒരു മൺചട്ടിയുടെ പാത്രമുണ്ട്, അതിൽ കോരി ഒഴിച്ച് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ നാളികേരപ്പാലാണ്. ഞാൻ നാളികേരപ്പാൽ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നാളികേരപ്പാലും പഞ്ചസാരയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. മുട്ടപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കുറുമ, ചിക്കൻ കറി, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ. അങ്ങനെ കുറേ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണിക്ക് ശേഷം ഞാൻ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം എടുത്തു ഇതൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം നേരം അടുക്കളയിൽ നിൽക്കാൻ തോന്നിയില്ല. ഇവിടെ കൂൾ ക്ലൈമറ്റാണ്, നല്ല ക്ലൈമറ്റായ കാരണം നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമൊന്നും തോന്നില്ല. കുറേ നേരം നിന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഒരു 11:30-11:45 തുടങ്ങിയത്. കാരണം സ്കൂളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ധൃതി പിടിച്ചിട്ട് പരിപാടി ഒന്നും ചെയ്യണ്ട. അപ്പം നല്ല പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിയലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിയൽ കഴിക്കാനൊരു തോന്നൽ വന്നു. അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. കുമ്പളങ്ങ ഉണ്ടായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, കായ ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീൻസ് ഉണ്ടായിരുന്നു, മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. മുരിങ്ങക്കായ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞാൻ വിചാരിച്ചു. പിന്നെ ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു ചെറിയ പോർഷൻ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിയൽ ശരിക്കും അത് പച്ചക്കറിയൊക്കെ നുറുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ അവിയൽ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അവിയൽ കഴിക്കാൻ. കുറേ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിയൽ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് പണ്ടൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എനിക്കിഷ്ടമാണ്. കാരണം എളുപ്പത്തിൽ എന്നെ പോലുള്ള മടിച്ചികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അവിയലിൻ്റെ. പിന്നെ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തുണ്ടാക്കണമെന്ന് കുറേ നേരം ആലോചിച്ചു. കുമ്പളങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുമ്പളങ്ങ തന്നെയാണല്ലോ അവിയലിൽ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ പരിപ്പ് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചത്. കുട്ടികൾക്കും ഇഷ്ടമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ പരിപ്പ് കുത്തി കാച്ചിയതാണ് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് വേഗം പണി തീർത്ത് 8:15 ആകുമ്പോഴേക്കും സ്കൂളിൽ വിടാനുള്ള ഒരു പരിപാടിയിലാവും നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ജോലികൾ തീർക്കും. നേരെ മറിച്ച് നമുക്ക് വല്ല ഹോളിഡേയ്സൊക്കെ കിട്ടുന്ന ദിവസം ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു മടിയായിരിക്കും, വെറുതെ ഇരിക്കാനാണ് തോന്നുക. രാവിലെ കുറച്ച് വൈകി എണീക്കാനൊക്കെയാണ് തോന്നാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് എണീറ്റിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കിയത്. മുട്ടപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ തലേദിവസം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചും കാര്യങ്ങളൊന്നും ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി വേഗം തീർത്ത് കുട്ടികൾക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു വെനസ്ഡേ ഞങ്ങളുടെ ഒഴിവ് വിശേഷങ്ങൾ. വൈകുന്നേരത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഈ മുട്ടപ്പം തന്നെ ഉണ്ടായിരുന്നു രാത്രിയിലേക്കും, അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.